ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സൈസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ ഉപ്പും മുളകും ലൈറ്റിലെ മൂത്ത കുട്ടിയായിട്ടുള്ള അഞ്ജന അനിൽകുമാർ അവരുടെ 1-2 ഷോർട്ട് വളരെ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ അച്ഛൻ്റെ അമ്മ മരിച്ചൊക്കെയാണ്. അപ്പോൾ ഈ നിഴൽപ്പായയിൽ ഇരിക്കുക അല്ലെങ്കിൽ നിഴൽ മെഴുകുക എന്നൊക്കെയുള്ള പല ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു ആചാരം, പ്രത്യേകിച്ചൊന്നുമില്ല. ആ ആത്മാവിൻ്റെ ഭൗതിക സാന്നിധ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് രാവിലെ പ്രത്യേക രീതിയിൽ അണിഞ്ഞ് മെഴുകി ഒരു പായയിട്ട് ഇരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ആ ആളുമായിട്ട് കടുത്ത വൈകാരിക ബന്ധമുള്ള മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ മകളോ ഒക്കെ ആയിരിക്കും ആ നിഴൽ മെഴുകുക അല്ലെങ്കിൽ നിഴലിലിരിക്കുക എന്നുള്ള കാര്യത്തിന് ഏറ്റവും യോജ്യമായിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മകൻ്റെ മകളായിട്ടുള്ള ഈ മൂത്ത കുട്ടിയാണ് അതിന് തയ്യാറായത്. ആ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഈ കാണുന്നവരെ ചൊടിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവരതിന് സ്വന്തമായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു നിഴൽപ്പായയിൽ ഇരുന്നിട്ട്. പിന്നെ അവർ പൊറോട്ട കഴിക്കുന്നുണ്ട്, ലേസ് കഴിക്കുന്നുണ്ട്, എപ്പോഴും ഭക്ഷണം കഴിച്ച് ഡേ ഇൻ മൈ ലൈഫ്, അതായത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്നുള്ളൊരു വീഡിയോ അതിലിരുന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ്? കാരണം ആരും ഇത് നിർബന്ധിക്കുന്നതല്ല. നിഴലിലിരിക്കുക എന്നൊക്കെ ഉള്ളത് ആ മരിച്ച വ്യക്തിയായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്ക് സ്വന്തം അച്ചമ്മ മരിച്ചു എന്ന ആ ഒരു സ്നേഹത്തോടു കൂടി അത് ഇരിക്കുക, നിശബ്ദമായിട്ട് ആ 10 ദിവസം ഇരുന്നാൽ പോരെ. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഇനി ഒരു പ്രധാന കാര്യം, ആ നിഴലിലിരിക്കേണ്ട മകള് അതിന് തയ്യാറാവാത്തത് കൊണ്ടാണ്, ആരുമില്ലാത്തത് കൊണ്ടാണ് ഇവർ തയ്യാറായെന്ന് അവരുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ത്യാഗത്തിൻ്റെ അംശമുണ്ട്. ഒരു ചെറിയ കുഞ്ഞുണ്ട്, ഇവർക്ക് ഭർത്താവുണ്ട്. അപ്പോൾ അവരൊക്കെ ബാക്കിയുള്ളവരൊന്നും ഈ 10 ദിവസം ആ മരിച്ച ആൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറിയപ്പോഴാണ് അതിന് പകരം ഈ കുട്ടി 10 ദിവസത്തേക്ക് ഞാൻ അച്ചമ്മയുടെ നിഴൽപ്പായയിൽ ഇരുന്നോളാം എന്നുള്ള സമ്മതത്തോടു കൂടി അവിടെ ഇരിക്കണേ. ആ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോ ചിപ്സ് കഴിക്കാൻ പാടില്ല എന്നോ അതല്ലെങ്കിൽ ഇരുന്ന് പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല എന്നോ ഒന്നുമില്ല. ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ മരിച്ച അച്ചമ്മ ഇവരുമായിട്ട് കടുത്ത വൈകാരിക ബന്ധമുള്ള ആളൊന്നും അല്ലായിരുന്നു. അവരുടെ അച്ഛൻ്റെ അമ്മയാണെങ്കിൽ പോലും തറവാട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇവരുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കൂടെ വന്ന് നിൽക്കുകയും ചെറിയ കുട്ടികളുടെ വളർച്ചയിലൊരു ഭാഗമാവുകയും അച്ഛമ്മയുടെ സ്നേഹത്തിൻ്റെ ചൂട് പറ്റി ഇവർ വളരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും വൈകാരികമായിട്ടുള്ളൊരു വലിയ അടുപ്പം അച്ചമ്മയായിട്ട് ഇവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. തീർച്ചയായിട്ടും അവരും ഇവരും തമ്മിൽ അത്ര അടുപ്പത്തിലൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് പോലും അച്ഛനോടുള്ള ബഹുമാനം അല്ലെങ്കിൽ പാരൻസിനോടുള്ള ബഹുമാനാർത്ഥം ഞാൻ അതിന് തയ്യാറാവാം, വേറെ ആരും ഇല്ല, സ്വന്തം മകൾ പോലും അതിന് തയ്യാറായില്ല എന്ന് അവരെന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു വീട്ടമ്മ കൂടിയാണ്. ഒരു 23-24 വയസ്സാകുമ്പോഴേക്കും സ്വന്തമായിട്ടൊരു ജീവിത ഭാരമുള്ള കുട്ടിയാണ്, ഒരു കുടുംബമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ചുറ്റും ഓടി കളിക്കുന്ന ആ കൊച്ചു കുഞ്ഞിന് അത്ര സന്തോഷമായിട്ട് ഇരിക്കാനും കംഫർട്ടായിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ അവളെ അങ്ങനെ ഇരുത്താനും കടമപ്പെട്ട ഒരു അമ്മ കൂടിയാണ്. അപ്പോൾ ഭർത്താവും ആ കുട്ടിയെ ആ കൊച്ചു കുഞ്ഞു ഉൾപ്പെടുന്ന ആ ഒരു കുടുംബത്തിൻ്റെ സകല ചെലവും ഇവരുടെ ഈ യൂട്യൂബ് എന്നുള്ള ഏക തൊഴിൽ മാർഗത്തുനിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രൊമോഷൻ കൈവിട്ട് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസം ഒരു വരുമാനമുള്ള ആൾക്കാരോ ജോലിക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ശമ്പളമുള്ള ആൾക്കാരോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആ 10 ദിവസം കഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ അവർക്ക് ഇരിക്കാം. ഇത് ആ പ്രതീക്ഷയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടിൻ്റെ വാടക കൊടുക്കേണ്ടി വരും, കുട്ടിയുടെ ഭക്ഷണ കാര്യങ്ങൾ, അവരുടെ ചിലവ് കാര്യങ്ങൾ, യാത്രാ ചിലവുകൾ, കാറിന് പെട്രോള് അടിക്കാനുള്ള പൈസ, ഇങ്ങനെ ഒരുപാട് ലോൺ ഉണ്ടെങ്കിൽ ലോണ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരൊറ്റ വരുമാനത്തിൽ നിന്ന് ഇവർ കണ്ടെത്തണം. ഇവർക്ക് വേറെ ആരും നിഴൽപ്പായയിൽ ഇരുന്നൂലോ അതുകൊണ്ട് തന്നെ നീ ഇത്രയും കാര്യങ്ങൾക്കുള്ളത് പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും ആരും ഇവർക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഈ കുട്ടിക്ക് അറിയാം. അപ്പോൾ ഒരു 24 വയസ്സുകാരിയുടെ ജീവിതത്തിനോടുള്ളൊരു നിഴൽ യുദ്ധമാണ് ആ നിഴൽപ്പായയിൽ ഇരുന്നിട്ട് ആ കുട്ടി ചെയ്യണത്. പ്രൊമോഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വരുമാനം പോവും. പിന്നെ ഇത് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കണ്ടേ? മരിച്ച ആൾ മരിച്ചു പോയി, അയാളുടെ കർമ്മം ചെയ്യാനായിട്ടൊരു 10 ദിവസം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോട്ടെ എന്ന് നല്ല മനസ്സോടുകൂടി ചിന്തിച്ചിട്ടാണ് ആ കുട്ടി അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ കുട്ടിയുടെ തൊഴിൽ ചെയ്യാൻ പാടില്ല, ആ കുട്ടിക്ക് ഇനി തുടർന്നുള്ള ജീവിതത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതൊന്നുമല്ല. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പിന്നെ ഭക്ഷണം, പൊറോട്ട കഴിക്കുന്നതും ചിപ്സ് കഴിക്കുന്നതും ഒന്നും ഈ മരിച്ച ആൾക്ക് യാതൊരു വക വെറുപ്പും ഉണ്ടാകുന്ന കാര്യമല്ല. ജീവനോടെ ഇരിക്കുന്ന ഈ വിമർശകർക്ക് മാത്രമാണ് എന്തിനു പൊറോട്ട കഴിച്ചു, എന്തിനു ചിപ്സ് കഴിച്ചു, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരത് കഴിച്ചിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആ ആത്മാവ് ഉൾക്കൊള്ളിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതാണ് അവരുടെ ഇഷ്ടം. അവർക്കത് കഴിക്കണം. അവർ ഒരു വയസ്സായ സ്ത്രീയൊന്നുമല്ല, അവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ചിട്ടോടുകൂടി അവർ ഇപ്പോഴും ഒരു 24-25 വയസ്സായ ഒരു പെൺകുട്ടിയാണ്.
അവരുടെ ജീവിത പ്രാരാബ്ദം അവർക്കുണ്ടായി. ആ വയസ്സിനുള്ളിൽ അവരൊരു കുടുംബിനിയായി, അമ്മയായി എന്നുള്ളത് കൊണ്ട് അവളുടെ ഉള്ളിൽ എന്തെങ്കിലും കഴിക്കണം. മനുഷ്യരല്ലേ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ട്, അപ്പോൾ നല്ല ഭക്ഷണം കിട്ടുമ്പോൾ കഴിക്കുന്നു. അതിൽ അച്ചമ്മയോടുള്ള സ്നേഹം ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല ആ കുട്ടി പൊറോട്ട കഴിക്കണത്, അല്ലെങ്കിൽ ആ അച്ചമ്മയുടെ ആത്മാവിന് മോശം കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നും അവൾ ലൈസ് ചിപ്സ് കഴിക്കണത്. അതൊക്കെ അവൾക്ക് കിട്ടുന്ന ആഹാരം അവൾക്ക് കഴിക്കണം. അവൾ ആ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവർ കാണിച്ചത്. ഇതൊന്നും ഞാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കതൊക്കെ കഴിക്കുന്നത് കാണിക്കാതിരിക്കാമല്ലോ. ഇതൊക്കെ ഞാൻ ഈറ്റിനിടയിൽ കഴിച്ചു ഇങ്ങനെ പോലെ ആചരിച്ചിരിക്കുമ്പോഴും എന്ന് പറയുന്നത് അത് അവരുടെ മനസ്സിൻ്റെ ഓക്കെ, എനിക്കിങ്ങനെയാണ്, അവരങ്ങനെയാണ് കംഫർട്ട്. അതായത് ഇതൊക്കെ കഴിച്ചിട്ടും അവർ ആ കർമ്മം ചെയ്യുമ്പോൾ അവർ കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ. അതിൽ ആത്മാവ് വന്നിട്ട് നീ എന്തിന് പൊറോട്ട കഴിച്ചു, നീ എന്തിന് ചിപ്സ് കഴിച്ചു എന്ന് വെച്ചാൽ അവരടിക്കാനൊന്നും പോണില്ല എന്ന് അവർക്കറിയാം. ഏറ്റവും പ്രധാനം ആ 10 ദിവസം ആ അച്ചമ്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാനായിട്ട് അവർ കാണിച്ച വലിയ മനസ്സ്. ഈ ചെറിയ കുട്ടിയുള്ളപ്പോൾ ഒതുങ്ങിയൊരു പായയിലിരുന്ന്, എന്നാൽ പിന്നെ തൻ്റെ ജീവിതോപാധി ഒരിക്കലും വിട്ടുകളയാനും പാടില്ല. കാരണം ഇത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊമോഷൻ കിട്ടില്ല. യൂട്യൂബ് വീഡിയോകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താലാണ് മാസം എന്തെങ്കിലും ഒന്ന് ആ 20, 21, 22 തീയതികളിൽ അവർക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ അവരുടെ ജീവിതത്തിനോടുള്ള ഒരു യുദ്ധമാണ്. ഇത് കഴിഞ്ഞാലും അവർക്ക് ജീവിക്കണമല്ലോ. നമ്മൾ ആരും അവർക്ക് കൊണ്ടുകൊടുക്കില്ല, ഇന്നാ കുറച്ച് അരി, ഇന്നാ കുറച്ച് സാധനങ്ങൾ കഴിച്ചോ, നീ എന്തായാലും നിഴലിരുന്നതല്ലേ എന്ന് ആരും അവർക്ക് കൊണ്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നറിയാം. പിന്നെ ഭർത്താവും കുട്ടിയും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ സകല ചെലവും വഹിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ ചെറുപ്പാണ്, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പാടില്ല. ഈ നിഴലിലിരുന്നുകൊണ്ട് അവൾ 24 മണിക്കൂറും കരയണം എന്നൊന്നും ഇൻസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിർബന്ധിക്കാൻ നമ്മൾക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ അവർ അതിന് തയ്യാറായതിൻ്റെ ആ നല്ല മനസ്സിനെ അഭിനന്ദിക്കുക. പിന്നെ അവരുടെ ജീവിതത്തോടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എത്ര കുട്ടികൾക്ക് ഉണ്ടാവും. അവർ വലിയ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ലെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു എന്നാൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തൻ്റേതായിട്ടുള്ള വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ തന്നെ ഓരോന്ന് നേടിയെടുക്കാനും ഒക്കെയുള്ള അവളുടെ ഒരു പ്രയാണത്തിനെയാണ് നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ടത്. മരിച്ചുപോയ ഒരാൾക്ക് മോശം കിട്ടിയോ, പൊറോട്ട കഴിച്ചുകൊണ്ട് ആ ആൾക്ക് മോശം കിട്ടാതെയായോ, അതൊന്നുമല്ല, അതൊക്കെ ഒരു വിശ്വാസം മാത്രം. പിന്നെ ഇതിന് തയ്യാറായിട്ട് അവരിരുന്നു, അവർക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാണ്ട് ബോധം കെട്ടാൽ അവർക്ക് അവിടെ വീഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിമർശനങ്ങളൊന്നുമില്ല. പൊറോട്ട ആയാലും ലേസ് ആയാലും നമ്മൾ കഴിക്കുന്നത് ദഹിച്ചു പോകും. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ നന്മയാണ്, മനസ്സുകൊണ്ടാണ്. അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് അച്ചമ്മയ്ക്ക് വേണ്ടി ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി അവർക്ക് നമ്മൾ അവരുടെ ആ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു പുണ്യം കിട്ടാൻ. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.